ശ്രീനിവാസൻ ഇനി ചിതയെടുക്കാത്ത ചിന്താനാളം. കലാകേരളത്തിന്റെ നെഞ്ചുലച്ച് സംസ്കാര ചടങ്ങുകൾ. ചിതയ്ക്ക് തീ കൊളുത്തിയത് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും. അന്ത്യയാത്രയിൽ നെഞ്ചോട് ചേർത്ത് പേനയും കുറിപ്പും വെച്ച് സത്യൻ അന്തിക്കാട്. കണ്ടനാട്ട് വീട്ടുവളപ്പിൽ തടിച്ചുകൂടിയത് വൻ ജനാവലി. ശ്രീനിവാസന് സിനിമാ ലോകത്തിന്റെ പ്രണാമം. വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് നടൻ സൂര്യ. Been a big fan of Srinivasan sir. சினிமாவில் நான் வரதுக்கு முன்னாடி இருந்தே உங்க எல்லாரும் மாதிரியும் I've been following his work. இங்கே கொச்சினில் இருக்கும்போது இந்த நியூஸ் வந்தோடனே ரொம்ப சங்கடமாக இருந்தது. ரொம்ப ആദരമർപ്പിച്ച് പൃഥ്വിരാജും ജഗദീഷും പാർവതിയും അടക്കം താരങ്ങളുടെ നീണ്ട നിര. ശ്രീനിവാസൻ അർപ്പിച്ച വിശ്വാസമാണ് തന്നെ സംവിധായകനാക്കിയതെന്ന് ലാൽ ജോസ് ഹലോ മലയാളത്തിൽ. ശ്രീനേട്ടൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 100% ആ സിനിമയിലേക്ക് ഡിവോട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അത് ആരെഴുതണമെന്നുള്ളതൊന്നും അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. അത് അദ്ദേഹം ബേസിക്കലി സിനിമയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. ശബരിമല വിമാനത്താവള പദ്ധതിയിൽ സർക്കാരിന് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. ആവശ്യമായ ഭൂമി എത്രയെന്ന് കൃത്യമായി കണക്കാക്കാൻ സർക്കാരിനായില്ലെന്ന് കോടതി. അധിക ഭൂമി ഏറ്റെടുക്കുന്നത് ഭാവി വികസനത്തിന് വേണ്ടിയെന്ന് സർക്കാർ വാദം തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക തെളിവ് കണ്ടെടുത്ത SIT. മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിൽ ഒരു ഭാഗം കണ്ടെത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പിടികൂടിയത് പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും പക്കൽ നിന്ന്. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ ശങ്കർദാസിനെയും വിജയകുമാറിനെയും വീണ്ടും ചോദ്യം ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇനി പുതിയ ഭരണസമിതി. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരുന്നു. ഇന്ന് ചുമതലയേൽക്കുന്നത് 20,000-ഓളം ജനപ്രതിനിധികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അയ്യപ്പന്റെയും പത്മനാഭസ്വാമിയുടെയും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത BJP അംഗങ്ങൾ. സത്യപ്രതിജ്ഞയ്ക്കിടെ സ്വാമിയെ ശരണമയ്യപ്പ വിളികളുമായി കുന്നുകുഴി വാർഡിലെ UDF കൗൺസിലർ. ചില മാനേജ്മെന്റുകൾ ക്രിസ്മസ് ആഘോഷം വിലക്കിയത് അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സ്കൂളുകളെ വർഗീയ പാഠശാലകളാക്കാൻ അനുവദിക്കില്ല. വർഗീയ വിഭജനം കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ നടപടിയുണ്ടാകുമെന്നും വി ശിവൻകുട്ടി. പാർലമെന്റിലെ തർക്കങ്ങൾക്ക് പിന്നാലെ സ്പീക്കർ വിളിച്ച ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധിയുടെ നടപടിയിൽ ഇന്ത്യ മുന്നണിയിൽ അതൃപ്തി. ഒഴിവാക്കാമായിരുന്നുവെന്ന് CPIM-ഉം തൃണമൂലും DMK-യും. സഖ്യത്തിൽ അതൃപ്തി രൂപപ്പെട്ടത് ദൃശ്യങ്ങൾ വൈറലായതോടെ. ന്യൂസ് മലയാളം ബിഗ് ഗസ്റ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിളക്കത്തിനിടെ കൊല്ലം UDF-ൽ കല്ലുകടിയായി സീറ്റ് തർക്കം. RSP മത്സരിക്കുന്ന ഇരവിപുരം സീറ്റ് മടക്കി നൽകണമെന്ന് മുസ്ലിം ലീഗ്. വിജയസാധ്യതയില്ലാത്ത പുനലൂർ സീറ്റ് വേണ്ടെന്നും നേതൃത്വം. ഇരവിപുരത്ത് തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തോടെ നിയമസഭാ പോരിന് ആദ്യമിറങ്ങാൻ UDF. നാളെ കളമശ്ശേരിയിൽ മുന്നണി യോഗം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും ചർച്ചയ്ക്ക്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും വേഗത്തിൽ പൂർത്തിയാക്കും. പാലക്കാട് മണ്ണാർക്കാട് കൂടുവെച്ച് പിടിച്ച പുലിയെ ശിരുവാണി ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. പുലി അകപ്പെട്ടത് റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിൽ. കാസർഗോഡ് ഇരിയണ്ണിയിൽ വീണ്ടും പുലിയിറങ്ങി. പ്രദേശവാസിയുടെ വളർത്തുനായയെ പിടിച്ചു. കടുത്ത ഭീതിയിൽ നാട്ടുകാർ. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. ജനുവരി 1-ന് സൂചനാ പണിമുടക്ക്. ഫെബ്രുവരി 1 മുതൽ അനിശ്ചിതകാല സമരമെന്നും വ്യാപാരികൾ. സമരം ശമ്പള പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടു. BJPക്ക് വാരിക്കോരി സംഭാവന നൽകി കോർപ്പറേറ്റുകളും ട്രസ്റ്റുകളും. ആകെ ലഭിച്ചത് 3112 കോടി രൂപ. കോൺഗ്രസിന് കിട്ടിയത് 299 കോടി മാത്രം. കണക്കുകൾ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ ശേഷം സംഭാവന വിവരങ്ങൾ പുറത്തുവരുന്നത് ഇതാദ്യം. കനത്ത പുകമഞ്ഞിൽ വലഞ്ഞു ഉത്തരേന്ത്യ. വായു ഗുണനിലവാര സൂചിക 490-ന് മുകളിൽ. പ്രതിസന്ധി സൃഷ്ടിച്ച് കാഴ്ചാപരിധിയിലെ കുറവ്. വ്യോമ റെയിൽ ഗതാഗതം താറുമാറായി.
യുവാക്കൾക്കുള്ള തൊഴിൽ നൈപുണ്യ പദ്ധതിയായ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയിൽ വ്യാപക ക്രമക്കേടെന്ന് CIG. ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ ഗുണഭോക്താക്കളുടെ അപേക്ഷയിൽ പതിപ്പിച്ചത് ഒരേ ഫോട്ടോ. പരിശീലന കേന്ദ്രങ്ങളിൽ പലതും പ്രവർത്തിക്കുന്നില്ലെന്നും കണ്ടെത്തൽ. ക്രമക്കേട് വെളിച്ചത്തായതോടെ 34 ലക്ഷം പേർക്കുള്ള പദ്ധതി വിഹിതം തടഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശ്രീരാമനോട് ഉപമിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. താൻ മോദിയെ സേവിക്കുന്നത് ഹനുമാൻ രാമനെ സേവിക്കുന്നത് പോലെയെന്ന് പരാമർശം. നേതാക്കളുടെ കാഴ്ചപ്പാടും ആത്മവിശ്വാസവുമാണ് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതെന്നും ജയശങ്കർ. മധ്യപ്രദേശിലെ ബേതൂലിൽ റോഡ് ഉപരോധവുമായി 10 വയസ്സുകാരി. 3 മണിക്കൂറോളം റോഡിൽ കുത്തിയിരുന്നത് സ്കൂൾ വാഹനം വരാതായതോടെ. വാൻ സേവനം നിർത്തിയത് പണം അടയ്ക്കാതായതോടെ എന്ന സ്കൂളിന്റെ വിശദീകരണം. മാനേജ്മെന്റുമായി സംസാരിക്കാമെന്ന് ഉറപ്പ് നൽകി അന്വയിപ്പിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. കർണാടകയിലെ കൊപ്പലിൽ സർക്കാർ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ പുഴു. പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. ഗോഡൌണിൽ നിന്ന് വിതരണം ചെയ്തത് ഗുണനിലവാരമില്ലാത്ത അരിയും പരിപ്പുമെന്ന ആരോപണം. റിപ്പോർട്ട് തേടി സർക്കാർ. US നീതിന്യായ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും അപ്രത്യക്ഷമായി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട 16 ഫയലുകൾ. രേഖകൾ കാണാതായത് പ്രസിദ്ധീകരിച്ച ഒരു ദിവസത്തിനുള്ളിൽ. ലഭ്യമല്ലാത്തത് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെട്ട ചിത്രങ്ങൾ. ദക്ഷിണാഫ്രിക്കയിലെ ജൊഹനാസ്ബർഗിൽ അജ്ഞാതരുടെ വെടിയേറ്റ് 10 പേർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് പരിക്ക്. ആക്രമണം ഗൌട്ടിംഗ് പ്രവിശ്യയിലെ ബാറിന് സമീപം. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു പോലീസ്. വീണ്ടും ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നുവെന്ന് റിപ്പോർട്ട്. ആക്രമണ പദ്ധതി ട്രംപുമായി വിശദീകരിക്കാൻ ഒരുങ്ങി നെതന്യാഹു. കൂടിക്കാഴ്ച ഈ മാസം അവസാനം. ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഇസ്രായേലിന് ആശങ്ക. സ്വീഡിഷ് അക്കാദമി സാഹിത്യ നൊബേൽ പുരസ്കാര സമിതിയുടെ സ്ഥിരം സെക്രട്ടറി പദമൊഴിഞ്ഞ മാറ്റ്സ് മാം. പടിയിറക്കം 7 വർഷത്തിന് ശേഷം. എഴുത്തുകാരി മാധ്യമപ്രവർത്തകയുമായ ഇൻഗ്രിഡ് കാൾബർഗ് സെക്രട്ടറി. ലൈംഗിക പീഡന ആരോപണത്തിൽ ബ്രിട്ടീഷ് ബാലസാഹിത്യകാരൻ ഡേവിഡ് വാലിയാംസിനെതിരെ നടപടിയുമായി പ്രസാധകർ. വാലിയാംസിന്റെ പുസ്തകങ്ങൾ ഇനി പ്രസിദ്ധീകരിക്കില്ലെന്ന് ഹാപ്പർ കോളിൻസ്. നടപടി വനിതാ ജീവനക്കാരുടെ പരാതിക്ക് പിന്നാലെ. യൂറോപ്യൻ ഫുട്ബോളിലെ വമ്പൻ ടീമുകൾക്ക് ജയം. പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ ടോട്ടനത്തെ വീഴ്ത്തി ലിവർപൂൾ. കുതിപ്പ് തുടർന്ന് ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും. ലാലിഗയിൽ ജയം തുടർന്ന് റയൽ മാഡ്രിഡ്. അഡ്ലൈഡിൽ ഇംഗ്ലണ്ടിനെ തറപറ്റിച്ച് ആഷസ് കിരീടം നിലനിർത്തിയ ഓസീസ്. നേട്ടം പരമ്പരയിലെ 2 മത്സരങ്ങൾ ശേഷിക്കെ. അലക്സ് കാരി കളിയിലെ താരം.